മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ ആരോപണം ആവർത്തിച്ച് വ്യവസായി മുഹമ്മദ് ഷർഷാദ്. തോമസ് ഐസക് വഴി ഹവാല പണം ഉപയോഗിച്ച് നിയമവിരുദ്ധമായി വായ്പ അടച്ചു തീർത്തു. തോമസ് ഐസക്കിന്റെ നിയമ നടപടിയെ നേരിടുമെന്നും മുഹമ്മദ് ഷർഷാദ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഷർഷാദ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തോമസ് ഐസക് അടക്കമുള്ളവർ തള്ളുകയാണ്. ഷർഷാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ തോമസ് ഐസക്കിനെതിരെ ഉന്നയിച്ച ആരോപണം എന്താണ്? എൻ്റെ വിഷയം, ഇദ്ദേഹം എൻ്റെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ഫോഴ്സ്ഫുള്ളി ഫെഡറൽ ബാങ്കിൽ നിന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചു. ഇത് SMS എൻ്റെ മൊബൈലിന് ആക്ടിവിറ്റി കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് SMS ഒക്കെ ഓഫ് ചെയ്തിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും തമിഴ്നാടിൻ്റെ പല ഭാഗത്തുനിന്നും അതിലേക്ക് ഫണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലീഗലായിട്ട്. എന്നിട്ട് ആ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തിട്ട് അവർ ആ പ്രോപ്പർട്ടി എടുത്തിട്ട് പുറത്തു പോയി. ഇതിനൊക്കെ സഹായിച്ച ഒരു അതിനെതിരെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമേ എനിക്കുള്ളൂ. ഒരു സംസ്ഥാനത്തെ ഒരു വലിയ ഒരു മന്ത്രിയായിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു വലിയ ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. ഫെഡറൽ ബാങ്കിന് വേണ്ടി കൂട്ടുനിന്നു, രാജേഷ് കൃഷ്ണക്ക് വേണ്ടി ചെയ്തു. തോമസ് ഐസക്കിന് തെളിവുണ്ടോ? ഫെഡറൽ ബാങ്കിൽ നിന്ന് തന്നെ അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്തെ മുൻ ധനകാര്യ മന്ത്രിയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. പുള്ളിയുടെ ഇതിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് എന്നുള്ള ഫെഡറൽ ബാങ്ക് മന്ത്രി പറയുന്നത്, നിങ്ങൾ മുൻ മന്ത്രി തോമസ് ഐസക് പറയുന്നത് നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും, സിവിലായും ക്രിമിനലായും. ചെയ്തോട്ടെ, എന്നെന്താ? ഞാൻ പറയാനുള്ളത് പറയൂ, തിരിച്ചു വന്നാലും പറയും. ഞാൻ പബ്ലിക് ചെയ്യും എല്ലാ സംഗതികളും. ഗോവിന്ദമാഷ മകന്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ പല ആൾക്കാരുടെ വോയിസും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ പബ്ലിക് ചെയ്യും, എല്ലാം ഞാൻ പുറത്തു വിടും. അപ്പം ഇലക്ഷനൊക്കെ അല്ല വരുന്നത്, പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്, തൊട്ടടുത്ത അസംബ്ലി ഇലക്ഷൻ വരികയാണ്. പാർട്ടി അനുഭവിക്കട്ടെ. പാർട്ടി അങ്ങനെ എനിക്കെതിരെ നീങ്ങുകയാണെങ്കിൽ ഈ രാജേഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തോമസ് ഐസക് അങ്ങനെ ലീഗലോ തോമസ് ഐസക്കോ അല്ലെങ്കിൽ ഗോവിന്ദനോ ശ്യാമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന അലിഗേഷനുള്ള ആരെങ്കിലും എനിക്കെതിരെ നിയമ നടപടി എടുക്കുകയാണെങ്കിൽ ഞാൻ അതിലൊരു തടസ്സമില്ല. എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട്, അത് അവരെ നീക്കും. ഞാൻ റിമാൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ റിമാൻഡിൽ അകത്ത് പോകാൻ തയ്യാറാണ്. അതിലൊന്നും എനിക്ക് യാതൊരു ഭയവും ഇല്ല. അല്ലല്ല, MP രാജേഷിന്റെ ഒന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. MP രാജേഷിന്റെ ഇലക്ഷൻ ഫണ്ട് കൊടുത്തു എന്നുള്ളത് പുള്ളി തന്നെയാണ് നമ്മളെ അടുത്തെല്ലാം പറഞ്ഞത്. കമ്പനി റെക്കോർഡിൽ കാശ് പോയതായിട്ട് കാണുന്നുണ്ട്. കിണ്ടത്തിന്റെ അക്കൗണ്ടൊക്കെ പരിശോധിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ബിനാമി ആരോപണം ഉണ്ട്. അതൊക്കെ അക്കൗണ്ട് പരിശോധിക്കണം. അല്ലാതെ ഇപ്പം എനിക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല.